ജ്യോതിശാസ്ത്രകാരന്മാരും കുറച്ച് ദശകങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അവരിതിനെ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നു. അവർ പറയുന്നു, ആദ്യമായി ഒരു വ്യോമപടലം മാത്രമാണ് ഉണ്ടായിരുന്നത്, പിന്നീട് അത് പൊട്ടിത്തെറിച്ചു. അങ്ങനെ ആകാശഗംഗയും നക്ഷത്രങ്ങളും സൂര്യനും നമ്മൾ ജീവിക്കുന്ന ഭൂമിയും എല്ലാം ഉണ്ടായി. ഈ വിവരം ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അൽ അംബിയ 21:30 പറയുന്നു, അവലം യറൽ ലസീന കഫറു അന്ന സമാവാതി വൽ അർദ കാനത് റത്കൻ തക്നഹുമാ. ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപെടുത്തുകയാണുണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ? ആലോചിച്ചു നോക്കൂ. ഈ വിവരം അടുത്തിടെയാണ് നാം അറിഞ്ഞത്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുൻപേ ഖുർആൻ ഇതിനെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രൻ സ്ഥായിയായി നിൽക്കുന്നു എന്ന്. ഭൂമിയും ചന്ദ്രനും അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു, പക്ഷെ സൂര്യൻ സ്ഥായിയായി നിൽക്കുന്നു. പക്ഷെ ഖുർആനിലെ ഒരു വചനം വായിച്ചപ്പോൾ, അൽ അംബിയ 21:33, ഹുവല്ലസീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ കുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. അല്ലാഹു അത്രേ രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത്. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അല്ലാഹുവിന് സ്തുതി. ആധുനിക ശാസ്ത്രം ഖുർആനിന്റെ ഈ പ്രസ്താവന സാക്ഷ്യപ്പെടുത്തുന്നു. യസ്ബഹൂൻ എന്ന അറബി പദമാണ് ഖുർആൻ ഇവിടെ ഉപയോഗിച്ചത്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരമാണ് ഇതിനർത്ഥം. ആകാശത്തുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കാനാണെങ്കിൽ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറയുന്നത്, സൂര്യനും ചന്ദ്രനും ഭ്രമണം ചെയ്യുന്നതോടൊപ്പം അവ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്കറിയാം, സൂര്യൻ ഒരു കറക്കത്തിന് 25 ദിവസം എടുക്കുമെന്ന്. പ്രപഞ്ചം വികസിക്കുന്നു എന്ന് കണ്ടുപിടിച്ചത് എഡ്വിൻ ഹബിൾ ആയിരുന്നു. സൂറത്ത് ദാരിയാത്തിൽ ഖുർആൻ പറയുന്നു, 51:47 സൂക്തം, നാം ആകുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. മോസിഊന എന്ന അറബി പദത്തിനർത്ഥം വിശാലമായ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമെന്നാണ്. ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ഡോക്ടർ വില്യം ക്യാമ്പൽ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് റിബറ്റിൽ ഞാൻ കൈകാര്യം ചെയ്യാം. ജലചക്രത്തിന്റെ മേഖലയിൽ ചില വാദങ്ങൾ ഡോക്ടർ വില്യം ക്യാമ്പൽ ഉന്നയിച്ചിട്ടുണ്ട്. ജലചക്രത്തെക്കുറിച്ച് ഖുർആൻ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഡോക്ടർ ക്യാമ്പൽ 4 ഘട്ടങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ 4 അവസാനത്തെ ദൃശ്യത്തിൽ വിവരിക്കുന്നില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. ജലപട്ടിക അദ്ദേഹം ഇവിടെ വിവരിച്ചിട്ടില്ല. ചിലപ്പോൾ ബൈബിളിൽ അത് വിശദീകരിക്കാത്തത് കൊണ്ടാവാം. അദ്ദേഹം പറഞ്ഞു, ബാഷ്പീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വചനം പോലും ഖുർആനിലില്ലെന്ന്. ഖുർആൻ സൂറ അൽ താരിഖ് 86 11 സൂക്തത്തിൽ പറയുന്നു, തിരിച്ചെടുക്കാനുള്ള ആകാശത്തിന്റെ പ്രാപ്തിയാണേ സത്യം. ഖുർആനിന്റെ മിക്ക വ്യാഖ്യാനങ്ങളും അവ പറയുന്നത് ഈ വചനം സൂറ താരിഖ് 86:11 മഴ തിരിച്ചു നൽകാനുള്ള ആകാശത്തിന്റെ പ്രാപ്തിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇതിനർത്ഥം ബാഷ്പീകരണം. ഡോക്ടർ ക്യാമ്പൽ, അദ്ദേഹത്തിന് അറബി അറിയാം. ചിലപ്പോൾ പറയും, എന്തുകൊണ്ട് ഇതിന്റെ അർത്ഥം അള്ളാഹു വ്യക്തമായും പ്രതിപാദിക്കുന്നില്ലെന്ന്. അതായത് മഴ തിരിച്ചു നൽകാനുള്ള ആകാശത്തിന്റെ പ്രാപ്തിയെ. എന്തുകൊണ്ടാണത് തന്റെ ദിവ്യജ്ഞാനം ഉപയോഗിച്ച് അള്ളാഹു അത് ചെയ്യാതിരുന്നതെന്ന് നമുക്കിന്നറിയാം. കാരണം ഓസോണോസ്ഫിയർ, ഭൂമിക്ക് മുകളിലെ പാളി, മഴയെ തിരിച്ചു നൽകുന്നതിന് പുറമെ മനുഷ്യന് പ്രയോജനകരമായ മറ്റു ചില ഊർജവും കൂടി തിരിച്ചു നൽകുന്നുണ്ട്. മഴ മാത്രമല്ല അത് തിരിച്ചു നൽകുന്നത്, പക്ഷെ ഇന്ന് നമുക്കറിയാം, TV, റേഡിയോ തുടങ്ങിയ വാർത്താമാധ്യമ തരംഗങ്ങൾ കൂടി അത് തിരിച്ചു നൽകുന്നു. അത് മുഖേന നമുക്ക് TV കാണാം, നമുക്ക് ആശയവിനിമയം നടത്താം, നമുക്ക് റേഡിയോ കേൾക്കാം. അതിനെല്ലാം പുറമെ ശൂന്യാകാശത്തു നിന്ന് വരുന്ന ഹാനികരമായ തരംഗങ്ങളെ, സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ പോലുള്ളവയെ അയണോസ്ഫിയർ ആഗിരണം ചെയ്യുന്നു. ഇത് നടന്നിട്ടില്ലെങ്കിൽ ഭൂമിയിലെ ജീവിതത്തിന് അന്ത്യമാകും. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, തിരിച്ചെടുക്കാനുള്ള ആകാശത്തിന്റെ പ്രാപ്തിയാണേ സത്യം. അദ്ദേഹം വിവരിച്ചതിൽ അവശേഷിക്കുന്നവ നിങ്ങൾക്ക് വിശകലനം നടത്താൻ എന്റെ വീഡിയോ പ്രോഗ്രാം കാണാവുന്നതാണ്. ജലചക്രത്തെ വളരെ വിശദമായി ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്. ബൈബിളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണെങ്കിൽ 1-ാമത്തെ ദൃശ്യത്തിൽ 3-ാമത്തെ ഘട്ടം അദ്ദേഹം കാണിച്ചു തന്നു. 2-ാമത്തെ ഘട്ടത്തിൽ 1, 3, 2 മഴവെള്ളം എടുക്കുന്നത് അദ്ദേഹം പറയുന്നു. അങ്ങനെ മഴവെള്ളം ഭൂമിയിലേക്ക് വരുന്നു. ഇത് BC 7-ാം നൂറ്റാണ്ടിലെ സൊഫിലിമിറ്റീസിന്റെ തത്വശാസ്ത്രമാണ്. അദ്ദേഹം പഠിപ്പിച്ചത്, സമുദ്രത്തിൽ നിന്നുള്ള നീർത്തുള്ളികളെ കാറ്റ് വഹിക്കുന്നു, അങ്ങനെ മഴ ഉണ്ടാകുന്നു. ഇവിടെ കാർമേഘത്തെ പ്രതിപാദിച്ചിട്ടില്ല. 2-ാമത്തെ ഉദ്ധരണി ഡോക്ടർ വില്യം ക്യാമ്പൽ നൽകുന്നത്, ആദ്യമായി അദ്ദേഹം വിവരിക്കുന്നത് ബാഷ്പീകരണമാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുന്നു.
ബൈബിളുമായുള്ള അദ്ദേഹത്തിന്റെ തുറന്ന സമീപനം നമ്മൾ കാര്യമാക്കേണ്ട. മഴ പെയ്യുന്നു, പിന്നീട് കാർമേഘങ്ങൾ രൂപം കൊള്ളുന്നു. അത് പൂർണ്ണമായ ജലചക്രമല്ല. അൽഹംദുലില്ലാഹ്, ജലചക്രത്തെ വളരെ വിശദമായി നിരവധി സ്ഥലങ്ങളിൽ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെയാണ് വെള്ളം ഉയരുന്നത്, ബാഷ്പീകരിക്കുന്നത്, കാർമേഘം രൂപം കൊള്ളുന്നത്, മേഘങ്ങൾ രൂപം കൊള്ളുന്നത്, മേഘങ്ങൾ കൂടിച്ചേരുന്നത്, അവ കൂട്ടിയിടിക്കുന്നത്, ഇടിയും മിന്നലും രൂപപ്പെടുന്നത്, വെള്ളം താഴോട്ട് വരുന്നത്, മേഘം ചലിക്കുന്നത്, മഴയായി താഴോട്ട് പതിക്കുന്നത്, പിന്നീട് ജലം ബാഷ്പീകരിക്കുന്നത്. അങ്ങനെ വളരെ വിശദമായി ജലചക്രത്തെക്കുറിച്ച് നിരവധി സ്ഥലങ്ങളിൽ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. In Surah Nur, chapter number 24, verse number 43. In Surah Rum, chapter number 30, verse 48. In Surah Az-Zumar, chapter 39, verse 21. In Surah Mu'minun, chapter 23, verse number 18. In Surah Rum, chapter number 30, verse number 24. In Surah Al-Hijr, chapter 15, verse number 22. In Surah Araf, chapter number 7, verse number 57. In Surah Ra'd, chapter number 13, verse number 17. In Surah Furqan, chapter 25, verse number 40 and 49. In Surah Fatir, chapter number 35, verse number 9. In Surah Yasin, chapter 36, verse number 34. In Surah Jasha, chapter 45, verse number 5. In Surah Qaf, chapter number 50, verse number 9. In Surah Waqia, chapter number 56, verse number 16 and 17. In several places. Surah Mulk, chapter 67, verse number 30. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ജലചക്രത്തെക്കുറിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ഡോക്ടർ വില്യം കാമ്പൽ കൂടുതൽ സമയം ചെലവഴിച്ചത് പ്രഭാഷണത്തിന്റെ അർത്ഥഭാഗം ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ചാണ്. ബാക്കി ഭൂഗർഭശാസ്ത്രത്തെക്കുറിച്ച്. ഭൂഗർഭശാസ്ത്ര മേഖലയിൽ നമുക്കിന്നറിയാം, ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭൂമിയുടെ വ്യാസം ഏകദേശം 3750 മൈലാണ്. ആന്തരിക പാളി വളരെ ചൂടുള്ളതും ദ്രാവകവുമാണ്. ജീവൻ അസാധ്യവുമായ മേഖലയാണ്. ഭൗമോപരിതലത്തിന്റെ ബാഹ്യപാളി, അതിലാണ് നാം ജീവിക്കുന്നത്. ഇത് നേർത്തതാണ്. 1 മുതൽ 30 മൈൽ വരെയുണ്ടാകും. ചില ഭാഗങ്ങൾ കനം കൂടിയതാണ്, പക്ഷേ ഭൂരിഭാഗവും 1 മുതൽ 30 വരെയാണ്. ഭൗമോപരിതലത്തിന്റെ ബാഹ്യപാളി ഇളകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഫോൾഡിംഗ് ഫിനോമിനൻ മൂലമാണ്. ഇതാണ് പർവ്വത രൂപീകരണത്തിന് കാരണമാകുന്നത്, ഭൂമിക്ക് സ്ഥിരത നൽകുന്നതും. ഖുർആൻ പറയുന്നു, സൂറ നബ 78 അധ്യായം 6-7 സൂക്തങ്ങൾ. ഭൂമിയെ നാം ഒരു വിരിപ്പും പർവ്വതങ്ങളെ ആണികളുമാക്കിയില്ലേ. അറബി പദമായ ഔത്താദ് എന്നതിന് കുറ്റി, തറി എന്നൊക്കെയാണ് അർത്ഥം. ഇന്ന് നമുക്കറിയാം, ആധുനിക ഭൂഗർഭശാസ്ത്ര പഠനത്തിൽ നിന്നും പർവ്വതങ്ങൾക്ക് അഗാധമായ വേരുകളുണ്ടെന്ന്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഇത് കണ്ടുപിടിച്ചത്. നാം കാണുന്ന പർവ്വതങ്ങളുടെ ബാഹ്യഭാഗം വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. കൂടുതൽ ഉള്ളിലാണ്, ഒരു തറി ഗ്രൗണ്ടിൽ തറച്ചതുപോലെ. വളരെ ചെറിയൊരു ഭാഗം മാത്രമേ മുകളിൽ കാണൂ. ഭൂരിഭാഗവും ഭൂമിക്കുള്ളിലാണ്, ഒരു മഞ്ഞുകുന്നിനെ പോലെ. ഏറ്റവും മുകളിലത്തെ ഭാഗം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. 90% വെള്ളത്തിനടിയിലായിരിക്കും. ഖുർആൻ സൂറ ഗാശിയ 88-ാം അധ്യായം 19-ാം സൂക്തത്തിൽ, സൂറ നാസിയാത്ത് 79-ാം അധ്യായം 32-ാം സൂക്തത്തിൽ ഇതിൽ പറയുന്നു, പർവ്വതങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ആധുനിക ഭൂഗർഭശാസ്ത്രത്തിന്റെ പുരോഗതി മൂലം ഡോക്ടർ വില്യം കാമ്പൽ പറഞ്ഞു, ടെക്ടോണിക് സിദ്ധാന്തം 1960-ലാണ് ഇത് കണ്ടുപിടിച്ചത്. പർവ്വതങ്ങളുടെ രൂപീകരണം അത് വിശദീകരിക്കുന്നു. ആധുനിക ഭൂഗർഭശാസ്ത്രജ്ഞന്മാരും പറയുന്നത് പർവ്വതങ്ങൾ ഭൂമിക്ക് സ്ഥിരത നൽകുന്നുണ്ടെന്നാണ്. എല്ലാ ശാസ്ത്രജ്ഞന്മാരുമല്ല, ധാരാളം പേർ പറയുന്നു. ഞാൻ ഡോക്ടർ വില്യം കാമ്പലിനെ വെല്ലുവിളിക്കുകയാണ്, ഒരു ഭൂഗർഭശാസ്ത്ര ഗ്രന്ഥമെങ്കിലും കൊണ്ടുവരാൻ. ഭൂഗർഭശാസ്ത്രജ്ഞരുമായി അദ്ദേഹം നടത്തിയ സ്വകാര്യ കത്തിടപാടല്ല, അതിന് പ്രാധാന്യമൊന്നുമില്ല. ഡോക്ടർ കീത്ത് മൂറുമായി അദ്ദേഹം നടത്തിയ കത്തിടപാട്. തെളിവുകൾ ആവശ്യമാണ്. ദ എർത്ത് എന്ന ഗ്രന്ഥം നിങ്ങൾ വായിച്ചാൽ, ഭൂഗർഭശാസ്ത്ര പഠനത്തിൽ മിക്ക യൂണിവേഴ്സിറ്റികളും അതിനെയാണ് അവലംബിക്കുന്നത്. അതിന്റെ രചയിതാക്കളിൽ ഒന്ന് ഡോക്ടർ ഫ്രാങ്ക് പ്രസ് ആണ്. മുൻ US പ്രസിഡന്റ് ജിമ്മി മോചനം മൂലം, ശിലകൾ പൊട്ടിത്തെറിക്കുമ്പോൾ അല്ലെങ്കിൽ അഗ്നിപർവ്വത പ്രവർത്തനം മൂലവും. സൽസലയെക്കുറിച്ച് സൂറ സിൽസാലിൽ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് തമീദ ബിക്കും, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ വേണ്ടി. പർവ്വതങ്ങൾ ഭൂമി ഇളകാതിരിക്കുന്നതിനു വേണ്ടിയാണെങ്കിൽ പർവ്വത മേഖലകളിൽ ഭൂകമ്പങ്ങൾ എങ്ങനെയുണ്ടാകുന്നു എന്നതിനുള്ള മറുപടി ഞാൻ പറയുകയാണ്. മെഡിക്കൽ ഡോക്ടർമാർക്ക് മനുഷ്യരുടെ രോഗങ്ങൾ മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൂടുതൽ രോഗികളെ കാണുന്നത്? വീട്ടിലേക്കാളും കൂടുതൽ ഡോക്ടർമാർ അവിടെയാണല്ലോ ഉള്ളത്.